നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ചെറുവള്ളൂർ കക്കറമുക്ക് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് 8 മാസം ഗർഭിണിയായ യുവതി വെന്തു മരിച്ച സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. കാറിന് തീപിടിച്ചത് വാഹനത്തിന്റെ തകരാറ് മൂലമല്ലെന്നും സംഭവം പൂർണ്ണമായും ആസൂത്രിതമാണെന്നുമാണ് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെയും സംയുക്ത പരിശോധനയിലെ കണ്ടെത്തൽ. കാറിനുള്ളിൽ പെട്രോൾ എത്തിച്ച് കത്തിച്ചതാണ് എന്ന സൂചനകൾ ശക്തമാകുന്നതിനിടയിൽ കേസിൽ അതിനിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. നടുവള്ളൂർ റോഡിന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഒരു യുവതി കന്നാസിൽ പെട്രോൾ വാങ്ങി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയത്. അതിന് പിന്നാലെ മരിച്ച സോന തന്നെയാണ് സംഭവ ദിവസം പമ്പിലെത്തി കന്നാസിൽ പെട്രോൾ വാങ്ങിയത് എന്നാണ് പോലീസ് സോനയുടെ ബന്ധുക്കളെ പ്രാഥമികമായി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ദൃശ്യങ്ങളിലുള്ളത് സോന തന്നെയാണോ എന്നും ഈ പെട്രോൾ വാങ്ങിയത് മറ്റാരുടെയെങ്കിലും ഭീഷണിയുടെയോ നിർദ്ദേശത്തിന്റെയോ അടിസ്ഥാനത്തിലാണോ എന്നതിനെക്കുറിച്ചും പോലീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അപകട ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7:30 വരെ സോന വാലിക്കോടുള്ള മാതൃ സഹോദരിയുടെ വീട്ടിലായിരുന്നു. വൈകുന്നേരം മാതൃ സഹോദരിയുടെ മകൾ അശ്വതിക്കൊപ്പം സോന പേരാമ്പ്ര ടൗണിൽ ഷോപ്പിങ്ങിന് പോയിരുന്നു. സാധനങ്ങൾ വാങ്ങാനായി തങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത കടകളിലേക്ക് പോയെന്നും താൻ ഫാൻസി ഷോപ്പിലും പലചരക്ക് കടയിലും കയറിയ സമയത്ത് സോന എവിടെ പോയെന്നോ എന്താണ് വാങ്ങിയതെന്നോ തനിക്ക് അറിയില്ലെന്നുമാണ് അശ്വതി മൊഴി നൽകിയിരുന്നത്. രാത്രി 7:30 ഭർത്താവ് രജൻലാല് കാറുമായി എത്തി ഇളയമ്മയുടെ വീട്ടിൽ നിന്ന് സോനയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇവിടെ നിന്ന് ഇരുവരും ആശുപത്രിയിലേക്ക് പോയെന്നാണ് വിവരം. എന്നാൽ രാത്രി 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഇവർ അപകടം നടന്ന 9 മണി വരെയുള്ള 1.5 മണിക്കൂറിലധികം സമയം എവിടെയാണ് ചെലവഴിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആശുപത്രിയിൽ നിന്ന് തിരികെ മടങ്ങുന്നതിനിടയിലാണ് കാറിന് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ കക്കർമുക്ക് പൂവത്തുംശാലിൽ രജൻലാലിന്റെ ഭാര്യയും പാലേരി കല്ലിക്കടി വീട്ടിൽ സ്വദേശിയുമായ സോന സംഭവ സ്ഥലത്ത് തന്നെ ദാരുണമായി മരണപ്പെട്ടു. കാർ ഓടിച്ചിരുന്ന ഭർത്താവ് രജൻലാലിന് 65% ഗുരുതരമായ പൊള്ളലേറ്റ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിയുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള രജൻലാലിന്റെ മൊഴി രേഖപ്പെടുത്തിയതോടുകൂടിയാണ് കേസിലെ ദുരൂഹത ഇരട്ടിച്ചത്. കാറ് ഓടിക്കുന്നതിനിടയിൽ തനിക്ക് കാറിനുള്ളിൽ പെട്രോളിന്റെ കടുത്ത ഗന്ധം അനുഭവപ്പെട്ടെന്നും എന്താണ് പെട്രോളിന്റെ മണമെന്ന് പിന്നിലേക്ക് തിരികെ ചോദിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പെട്ടെന്ന് കാറിനുള്ളിൽ തീ പടരുകയായിരുന്നു എന്നുമാണ് രജൻലാൽ നൽകിയ മൊഴി. കാറിന്റെ പിൻസീറ്റിലായിരുന്നു സോന ഇരുന്നത്. രജൻലാലിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്താണ് കൂടുതലായും പൊള്ളലേറ്റത്. തീ പടർന്ന ഉടൻ ഇയാൾ കാറിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി തീ കെടുത്തുമ്പോഴേക്കും പിൻസീറ്റിൽ കിടക്കുകയായിരുന്ന സോന പൂർണ്ണമായും വെന്തു മരിച്ചിരുന്നു. എഞ്ചിൻ ഭാഗത്ത് നിന്നല്ല, മറിച്ച് കാറിന്റെ പിൻഭാഗത്ത് നിന്നുമാണ് തീ പടർന്നത് എന്നും വലിയ ശബ്ദം കേട്ടതായും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് ഫോറൻസിക്കിന്റെ പ്രാഥമിക നിഗമനം. കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കറിനും യാതൊരുവിധ തകരാറുകളും ഇല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാറിന്റെ ഉൾവശം മാത്രം കത്തിയതും എഞ്ചിൻ കേടുപാടുകൾ സംഭവിക്കാത്തതുമാണ് മരണം ആസൂത്രിതമാണെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. അതേസമയം സോനയെ ഒഴിവാക്കാൻ ഭർത്താവ് രജൻലാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കിയ കൊലപാതകമാണെന്നാണ് സോനയുടെ കുടുംബം ആരോപിക്കുന്നത്. കാറിനുള്ളിൽ മാരകമായ എന്തോ വസ്തു വെച്ച ശേഷം രജൻലാൽ സോനയെ മനഃപൂർവ്വം കത്തിച്ച് എന്നാണ് പറയുന്നത്. അപകടം ഉണ്ടായപ്പോൾ പിൻവശത്തെ ഡോർ തുറന്ന് സോനയെ രക്ഷിക്കാൻ ശ്രമിക്കാതെ തോട്ടിൽ ചാടി സ്വന്തം ജീവൻ രക്ഷിക്കാനാണ് രജൻലാൽ ശ്രമിച്ചത്. കുടുംബം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ തോടിന് അടുത്തെത്തിയപ്പോൾ തന്നെ ഈ ഒരു അപകടം ഉണ്ടായതിലും ദുരൂഹത ഏറുന്നുണ്ട്. ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ കേസ് അട്ടിമറിക്കാനും പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് സംശയമുള്ളതായും സോനയുടെ അമ്മാവൻ സത്യൻ ആരോപിച്ചു. സംഭവത്തിലെ യഥാർത്ഥ സത്യം പുറത്തു വരണമെന്നും പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകൾ ലഭിച്ചയുടൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാനാണ് കുടുംബത്തിന് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CCTV ദൃശ്യങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനും സോനയുടെ ഭർത്താവ് രജൻലാലിനെ വിശദമായി ചോദ്യം ചെയ്യാനുമുള്ള നീക്കത്തിലാണ് പോലീസ് അന്വേഷണ സംഘം.